എൻ.എം. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ കടുത്ത പ്രതിരോധത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. നേതാക്കൾ ദിവസങ്ങളോളം കത്ത് പൂഴ്ത്തിവെച്ചു എന്നതിന്റെ തെളിവുകളും ഇന്ന് പുറത്തുവന്നു. കത്ത് വായിച്ചു നോക്കിയില്ല എന്ന കെ സുധാകരന്റെ വാദം പച്ചക്കള്ളമാണ് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം ആരോപണ വിധേയരുടെ മൊഴിയെടുക്കാൻ തയ്യാറെടുക്കുകയാണ് അന്വേഷണ സംഘം. IC ബാലകൃഷ്ണൻ MLA-യെയും ND അപ്പച്ചനെയും വിളിച്ചു വരുത്തും. ബാങ്കിലെ നിയമനക്കോഴ ആരോപണങ്ങളിൽ വിജിലൻസും MLA-യുടെ മൊഴിയെടുക്കും. ദീപക് മോഹനുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, കത്ത് താൻ കണ്ടു പക്ഷേ വായിച്ചിട്ടില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. പക്ഷേ ആ കുടുംബം അത് പൂർണ്ണമായും നിഷേധിക്കുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും പറയുന്നത് തനിക്കതിൽ വലിയ അവ്യക്തതയുണ്ടായിരുന്നു എന്നാണ്. ഏതായാലും കത്തിനെ കുറിച്ച് ഇവർക്കൊക്കെ അറിയാം, പക്ഷെ അത് പൂഴ്ത്തിവെച്ചു, പാർട്ടിയിൽ നിന്ന് യാതൊരു സഹായവും കിട്ടില്ല എന്ന് ഉറപ്പായതോടെ തന്നെയാണ് എൻ.എം. വിജയന്റെ ആത്മഹത്യ എന്ന് വ്യക്തമാവുകയാണിപ്പോൾ. അതുതന്നെയാണ് വിനീത. നിലവിൽ ഈ എൻ.എം. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള ആളുകളുടെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. അതിൽ തന്നെ നമുക്കറിയാം IC ബാലകൃഷ്ണൻ MLA, അതുപോലെ തന്നെ DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, മുൻപ് ഈ ബാങ്ക് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള സുൽത്താൻ ബത്തേരിയിലെ പ്രാദേശിക നേതാക്കന്മാർ ഗോപിനാഥൻ, അതുപോലെ തന്നെ പുൽപ്പള്ളിയിലെ കോൺഗ്രസ് നേതാവ് KL പൗലോസ് തുടങ്ങി സുൽത്താൻ ബത്തേരിയിലെ നേതാക്കന്മാർ അടക്കമുള്ള ആളുകളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. ഇവരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. സാമ്പത്തിക കാര്യങ്ങൾ വിജിലൻസിന് കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട്. എൻ.എം. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കുടുംബ പ്രശ്നങ്ങൾ കാരണമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ള രീതിയിലുള്ള വാദങ്ങളുണ്ടായിരുന്നു. ആ വാദങ്ങൾ പൊളിയുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോൺഗ്രസ്സാണ് ഇത്തരത്തിലൊരു വാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നത്. വിജയന്റെ, അതായത് ഈ എൻ.എം. വിജയൻ മകൻ എഴുതിയ കത്തിൽ വിശദമായി പറയുന്നുണ്ട്, പത്മജ സ്വന്തം മകളെപ്പോലെ തന്നെയാണ് കരുതുന്നത്. അതുപോലെ തന്നെ കൃത്യമായി ഇത്തരത്തിൽ നേതാക്കന്മാരിലായ പല ആളുകളും പലരിൽ നിന്നും പണം വാങ്ങി അത് തൻ്റെ തലയിൽ വരുന്ന രീതിയിലേക്ക് എത്തി, ഇതാണ് തൻ്റെ മരണത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള പരാമർശങ്ങൾ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുന്നത്. ഏതായാലും രമേശ് ചെന്നിത്തലയ്ക്കെതിരെ CPM ജില്ലാ സെക്രട്ടറിയും രംഗത്ത് വന്നിട്ടുണ്ട്. വിജയന്റെ കുടുംബത്തെ കോൺഗ്രസ് ചെന്നിത്തല അവഹേളിക്കുന്നു, KPCC ഉത്തരവാദിത്വം കാണിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും CPM വലിയ പ്രക്ഷോഭനത്തിന് തന്നെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ MLA ഓഫീസിലേക്ക് വലിയ മാർച്ച് നടന്നത് കാണാം. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണന്റെ പേരിലാണ് വലിയ തോതിൽ ഈ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് DCC അധ്യക്ഷൻ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ പണം വാങ്ങാനുള്ള രീതിയിൽ ബാങ്കിലേക്ക് നിയമനത്തിന് വേണ്ടി പണം വാങ്ങി എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളിൽ ഇപ്പോൾ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? MLA ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ പോവുകയാണോ, മൊഴിയെടുക്കാൻ പോവുകയാണോ അന്വേഷണ സംഘം? വിനീത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴിയെടുക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അവരെ വിളിച്ചു വരുത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യത എൻ.എം. വിജയൻ എങ്ങനെ വന്നു, ഈ കത്തുകളിൽ പരാമർശിച്ചിട്ടുള്ള ആളുകൾ തമ്മിലുള്ള സാമ്പത്തിക ബാധ്യത, സാമ്പത്തിക ഇടപാടുകൾ കാരണമാണോ ഇദ്ദേഹത്തിന് വലിയ തോതിലുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു ബാധ്യത വന്നത്? പാർട്ടിക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നേതാക്കന്മാരുടെ ഇടപെടലുകൾ മൂലമാണോ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് വലിയ ബാധ്യത വന്നത് എന്നതിനെപ്പറ്റി വിശദമായ അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിനീത, ശരി, ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളിൽ ഏത് രീതിയിലാണ് അന്വേഷണം പോകുന്നത് എന്നത് നിർണായകമാണ്. ഏതായാലും MLA-യിലേക്കും DCC അധ്യക്ഷനിലേക്കും ഉൾപ്പെടെ അന്വേഷണം പോകുന്നു. ഇരുവരെയും വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. കത്ത് ലഭിച്ചിട്ടും അത് മാസങ്ങളോളം പൂഴ്ത്തിവെച്ചു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങൾ ആ കുടുംബം തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നതാണ് അറിയേണ്ടത്.